ഹലോ, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് നമുക്ക് ഈ ചൂടത്ത് തണുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡെസേർട്ട് ഉണ്ടാക്കാം. പാലും ഗോതമ്പ് പൊടിയും കൊണ്ട് ഉണ്ടാക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള ഡെസേർട്ടാണിത്. ഇതിന് കസ്റ്റേർഡ് പൗഡർ ഒന്നും ആവശ്യമില്ല. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഫ്രൂട്ട് സലാഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടയൊന്നും കൂടാതെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ കട്ട കൂടാതെ കിട്ടും. ഞാനിപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കട്ടയൊന്നും കൂടാതെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഒരു പാനിലേക്ക് 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. പിന്നെ 2 ഏലക്കേൻ്റെ കുരു ചതച്ചിട്ട് ചേർക്കുന്നുണ്ട്. ഏലക്കാപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്താലും മതി. അപ്പോൾ ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം വേണം നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടിയും പാൽപ്പൊടിയും ഇതിലേക്ക് ചേർക്കാൻ. അപ്പോൾ പാലിപ്പോൾ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ഇടാം. ഇനി ഈ പാലിലേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടിയും പാൽപ്പൊടിയും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. പാൽപ്പൊടിയും ഗോതമ്പ് പൊടിയും ചേർത്തിട്ട് നമ്മൾ കൈ വിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ അടി പിടിക്കും. ഈ ഗോതമ്പ് പൊടിയുടെ പച്ചച്ചൊവയൊക്കെ മാറണം. എന്നിട്ട് ഈ പാല് നന്നായിട്ട് കുറുകി നല്ലൊരു ക്രീമി പരുവാവുന്നത് വരെ നമ്മളിത് കുറുക്കിയെടുക്കണം. ഇതിപ്പോൾ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇനി ഇത് തണുത്ത് കഴിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ചെടുക്കുമ്പോൾ നല്ല തിക്കായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് മറ്റൊരു ബൗളിലോട്ട് മാറ്റാം കേട്ടോ, തണുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്താൽ മതി. പിന്നെ കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ആയതിനു ശേഷം മുന്തിരി കൂടി ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒരു ബൗളിലോട്ട് മാറ്റാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 നല്ല പഴുത്ത നേന്ത്രപ്പഴം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ നേന്ത്രപ്പഴം ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നല്ല പഴുത്ത പഴം നോക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നേന്ത്രപ്പഴം നന്നായിട്ട് വാട്ടിയെടുക്കണം. അപ്പോൾ നേന്ത്രപ്പഴം ഇവിടെ വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് തേങ്ങ ചിരിവേതും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ചിരിവേതും പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 ഏലക്ക ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ബനാനയൊക്കെ ഇപ്പോൾ ഇവിടെ നല്ലപോലെ വാടിയിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ മെൽറ്റ് ആയിട്ട് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീം ഉണ്ടല്ലോ, അപ്പോൾ അത് തണുത്തതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വീണ്ടും നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ബനാനയുടെ മിക്സും നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ബനാനയുടെ മിക്സിൽ നിന്ന് ഒരു 1/4 ഭാഗത്തോളം നമുക്കിതിലേക്ക് ചേർക്കാം. ബാക്കി നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയിൽ നിന്നും പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി നമുക്കിത് സെർവ് ചെയ്യുമ്പോൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നമുക്ക് 2 രീതിയിൽ മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ക്രീം നന്നായി തണുത്തതിന് ശേഷമാണ് തണുപ്പിച്ചെടുത്ത ബനാന ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം ചൂടോടുകൂടി തന്നെ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ ഡെസേർട്ട് സെർവ് ചെയ്യുമ്പോൾ ബൗളിൻ്റെ പകുതി പോർഷൻ മാത്രം ഡെസേർട്ട് ഒഴിച്ചാൽ മതി. പിന്നെ നമുക്കതിൻ്റെ മുകളിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കണം. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. വൈറ്റ് ക്രീമിൻ്റെ മുകളിൽ യെല്ലോ കളറിൽ ഇങ്ങനെ ബനാന കിടക്കുന്നത് കാണാൻ. പിന്നെ കാണാൻ മാത്രമല്ല കേട്ടോ, ശരിക്കും പറഞ്ഞാൽ അത് കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ട് തന്നെയാണ്. ഒരു വെറൈറ്റി ഡെസേർട്ടാണെന്ന് പറയാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാമെന്ന് നല്ല ടേസ്റ്റുമാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരി കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഈ ചൂടത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡെസേർട്ടാണ്. ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.
പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്